Yo, hi guys, I'm Swali and welcome back to my channel, Malayali Master. നമ്മൾ ഇന്ന് ഇവിടെ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ചാൽ അൺബോക്സിംഗ് ഡ്യൂഡ്. എന്താണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ അൺബോക്സിംഗ്. അതെ, ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ PC കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, എഡിറ്റിങ്ങിന് വേണ്ടി കഴിഞ്ഞ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റുഡിയോ സെറ്റപ്പ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാർട്സൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്, പാർട്ട് 1. അപ്പോൾ ഇതിന് കുറച്ച് സാധനം കൂടി ഇനി വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം വാങ്ങിയ സാധനം ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിൽ കിടക്കാം. ടടേ. അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ വേണ്ട, നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ്, ഇതൊരു PSU ആണ്, അതായത് പവർ സപ്ലൈ SMBS, നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളൊരു SMBS 800 വാട്ട്സിൻ്റെ ഒരു SMBS ആണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ കുറേ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിട്ടുന്നില്ല. ഗൈസ്, വലിയൊരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 800 വാട്ട്സിൻ്റെ 800 വാട്ട്സിൻ്റെ ഒരു SMBS ആണ്. നമ്മുടെ ഒരു ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്പെക്ക് എന്നൊക്കെ പറയുന്നത് 800 വാട്ട്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ വയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. റബ്ബർ ബാൻഡാണ്. വിട്. ഇപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ വയറും കാര്യങ്ങളും. അതായത് നമ്മുടെ 20x4 ഒരു മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നൊരു പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്ത ഗൈസ് 4x4 ഒരു മദർ ബോർഡിൻ്റെ പവർ പിന്നെ അതേപോലെ തന്നെ 6+2 PCIൻ്റെ ഒരു പിന്നുണ്ട്. അതായത് നമ്മൾ ഗ്രാഫിക്സ് കാർഡിലേക്കൊക്കെ പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ വരുന്നത് നമ്മുടെ സാറ്റ, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കും DVD SSD ഡ്രൈവിലേക്കൊക്കെ വരുന്ന നമ്മുടെ പവർ കേബിൾസാണ്. ഇതാകെ കൂട്ടിയൊരു നൂലാമാലയാണല്ലോ ഗൈസ്. ഇതുപോലത്തെ 4 പിന്നാണല്ലോ. നോർമലായിട്ടുള്ള 4 പിന്നുണ്ട്, അതേപോലെ തന്നെ സാറ്റൻ്റെ 4 പിന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു PSUവിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഫോക്സിൻ, ഇതിൻ്റെ കമ്പനി ഫോക്സിനാണ്. ഫോക്സിൻ്റെ FPS 800 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ഏകദേശം റേറ്റ് വരുന്നത് 1500 രൂപേൻ്റെ അടുത്താണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗൈസ്, അപ്പോൾ ഗൈസ്, ഇതൊരു UPS ആണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ആയി കാണിച്ചൂടെ? അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മളെ പേപ്പർ ഉണ്ട്, വാറണ്ടി കാർഡ്. ഇതവിടെ കിടക്കട്ടെ. ഇതെങ്ങനെ പോരുക? ഇപ്പിടി അടി കൈ ഒക്കെ തല കുത്തനെ മറിക്കാം. നല്ല പൊന്തിക്ക്. ഓക്കെ, ഇതൊക്കെ പൊട്ടി. സോ ഗൈസ്, നമ്മുടെ UPS ആണ് ഗൈസ്. ഇതും ഫോക്സിറ്റ് എന്ന കമ്പനീൻ്റെ ഒരു UPS ആണ്. മോഡൽ നമ്പർ FPS 755. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി നോക്കാം. പിന്നെ വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, നമ്മുടെ 3 പവർ പിന്നുണ്ട്. പിന്നെ ഇതിൽ അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അതായത് 360 വാട്ട്സാണ്, 360 വാട്ട്സാണ് ഇത് വരുന്നത്. AC 360 വാട്ട്സ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏറെക്കുറെ ഒരു 2500 റേറ്റാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇനിയൊരു സാധനം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റല്ലേ?
അപ്പോൾ നമുക്കുള്ള അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ മിനിറ്റ്, നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് നല്ല കുറച്ച് ഗിഫ്റ്റ് സ്വന്തമാക്കിയാലോ? എങ്ങനെയുണ്ട് ഐഡിയ? അപ്പം 3 ക്വസ്റ്റ്യൻസ് എന്താണെന്നല്ലേ? 3 ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളി, നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള, ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഒരുപാട് വട്ടം കേട്ട് പരിചയമുള്ള 3 ക്വസ്റ്റ്യൻസാണ്. 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം അതിനെക്കുറിച്ച് ചിന്തിച്ച് തല പുകച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ഒന്ന് കേൾക്കാം, അതിനൊരു ഉത്തരവും പറയാം. അപ്പം ഇത് നോർമലായിട്ടുള്ളൊരു ഉത്തരമല്ല, നമ്മളൊക്കെ ഉരുട്ടി ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരം ഉണ്ടാക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് കിട്ടും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നല്ലേ? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ മേലെ ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ കാണാം. ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഉണ്ടാവും. ആ ഐ ഡിയിലേക്ക് നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് സെൻഡ് ചെയ്തെടുക്കാം. അപ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 ആളുകൾക്ക് നല്ല കിഡിലൻ ഗിഫ്റ്റ് ട്യൂബ് റീലോഡഡ് ആ ഒരു ചാനൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ട്യൂബ് റീലോഡഡ് എന്ന ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈപ്പ് കണ്ടൻറ്റും നമുക്ക് ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. ടെക് ആണെങ്കിൽ ടെക്, ട്രാവൽ ആണെങ്കിൽ ട്രാവൽ, DIY ആണെങ്കിൽ അത്, അതേപോലെ തന്നെ കുക്കിംഗ് ആണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കണ്ടൻസും നമുക്ക് ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളൊന്ന് പോവുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്, കയറി നോക്കല്ലേ? എന്നാൽ വേഗം ഇവിടെ ക്ലിക്ക് ചെയ്തോളി, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഹായ് ഗായ്സ്, ഇൻട്രോ നേരത്തെ പറഞ്ഞതല്ലേ? അപ്പം നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ SSD. ഇതൊരു GB ഒരു SSD ആണ്, 120 GB. അപ്പം നമ്മുടെ PC ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള നെക്സ്റ്റ് പീസാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് ഇനിയും വാങ്ങാനുണ്ട്. ഇനിയിപ്പോൾ മദർ ബോർഡും പ്രൊസസ്സറൊന്നും മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പം നടക്കുമെന്ന് അറിയില്ല. അപ്പം ഈ ഒരു SSDൻ്റെ ഒരു സ്പെക്ക് ഞാൻ കുറച്ച് പറയാം. ഇത് 120 GB ഒരു SSD ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. എവിടെയാണ് ഇതിൻ്റെ സാധനം? ഓക്കെ ഗൈസ്, അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ GB ഇതൊരു SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഹാർഡ് ഡിസ്കിന് പകരം യൂസ് ചെയ്യുന്നൊരു ഡ്രൈവാണ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഹാർഡ് ഡിസ്കിന് പകരം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതാണ് ഹാർഡ് ഡിസ്ക്. നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 100-150-200 ഗ്രാം വെയിറ്റൊക്കെ എന്തായാലും ഇതിനുണ്ടാവും. 200ൻ്റെ മേലെ ഉണ്ടാവും എന്തായാലും. അപ്പം അതിന് പകരം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഗൈസ് ഇത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അപ്പോൾ ഗൈസ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, ഇത് ഫുള്ള് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസാണ്. ആകെ തിക്നെസ് ഇത് കണ്ടോ? ഈ ഒരു ഹാർഡ് ഡിസ്കിനെക്കാട്ടും എത്ര സ്ലിമ്മാണ്. അപ്പോൾ ഗൈസ് ഈ SSD എന്ന് പറയുന്നത് ഏകദേശം ഈ ഹാർഡ് ഡിസ്കിനെക്കാട്ടും 3 ഇരട്ടി സ്പീഡ് കൂടുതലാണ്. അപ്പം പ്രൊഡക്റ്റൊക്കെ ഇപ്പം ചെറുതാവുന്നതിനനുസരിച്ചാണ് അതിൻ്റെ എഫിഷ്യൻസി, സ്പീഡും കാര്യങ്ങളൊക്കെ കൂടി വരുന്നത്. അപ്പോൾ ഗൈസ് അതാണ് ടെക്നോളജി. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു അടിച്ചുപോയ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വാങ്ങിയതായിരുന്നത്. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 2500 സംതിങ് ആണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ബൂട്ട് ചെയ്യാൻ, അതായത് OS ബൂട്ട് ചെയ്യാൻ, വിൻഡോസ് ബൂട്ട് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മളെ സോഫ്റ്റ്വെയർസ് ഇപ്പോൾ യൂസ് ചെയ്യാൻ, അതായത് പ്രീമിയർ പ്രോ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ ഈ ഒരു ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്തില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഹാർഡ് ഡിസ്കിനെക്കാട്ടും 3 ഇരട്ടി സ്പീഡിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ബൂട്ടാവും. ഞാനിപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൽ വന്നിട്ട് യൂസ് ചെയ്ത് അതിന് ശേഷമാണ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. ആദ്യം കുറേയൊക്കെ ഹാങ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഹാങ്ങൊക്കെ പോയി. ഞാൻ വിൻഡോസും അതേപോലെ തന്നെ ഫുൾ സോഫ്റ്റ്വെയർസും ഇതിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഈ ഹാങ്ങും കാര്യങ്ങളൊക്കെ പോയി ഇപ്പോൾ ഫുള്ള് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ 4 GB റാമേ ഉള്ളൂ, പക്ഷേ അതിലാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെറിയ ലാഗ് ഉണ്ട്. ആ ഒരു പ്രശ്നമല്ലാതെ വേറൊരു പ്രശ്നമില്ല. പ്രീമിയർ പ്രോ ഒക്കെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 ലെയറൊക്കെ ഇടുമ്പോഴത്തേക്ക് മേലെ നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് കയറി വരും.
ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വീഡിയോ ഗ്രാഫിക്സ് കാർഡിൻ്റെ ചെറിയൊരു പോരായ്മയും കൂടി ആയില്ലല്ലോ. അപ്പോൾ ഗൈസ് ഉടനെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടോ? പിന്നെ ഗൈസ് ഓരോ വീഡിയോയിലും ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻട്രോ പറഞ്ഞു, അപ്പോൾ എന്നോട് മറന്നുപോയി. അതേപോലെ തന്നെ നമ്മൾ ആദ്യം PSU അൺബോക്സ് ചെയ്ത്, അതേപോലെ തന്നെ ഒരു UPS അൺബോക്സ് ചെയ്ത്, ഇപ്പോൾ SSD അൺബോക്സ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ അത് ഫിക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇനി അടുത്തത് കാണിക്കാനുണ്ട്. അപ്പോൾ അത് SMBSും അതേപോലെ തന്നെ UPSും ഒരേ വീഡിയോ ആണ്. ബാക്കിയുള്ള ഓരോ ക്ലിപ്പാണ് ഗൈസ്, ഓരോ ദിവസത്തെ ക്ലിപ്പാണ്. കാരണം അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം വാങ്ങിയതല്ല, വേറെ ദിവസങ്ങളിലായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ മുടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഗൈസ് ഓരോ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താം. അപ്പം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഈസ് സൈനിങ് ഓഫ്.